ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ 2 സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് എടുക്കുന്നത്. 5 എണ്ണം തന്നെ എടുക്കുക. ഇതൊന്ന് ഇളക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി, അതൊരു 3 സ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി, അതൊരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബ്രെഡാണ്. പിന്നെ സ്ലൈസ്ഡ് ചീസ് ഇതിന് വേണം. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഷ്രെഡ് ചെയ്ത ചീസും യൂസ് ചെയ്യാം. ഈ ബ്രെഡിൻ്റെ അരികൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റണം. ഇതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് കളയൊന്നും വേണ്ട, ബ്രെഡ് ക്രംസ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഇനി കത്തിക്കാം. ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതൊന്ന് ക്ലീനാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് സ്പ്രെഡാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഈ ഓംലെറ്റിൻ്റെ കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. തീ സിമ്മിലാക്കി വെക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിന് മുകളിൽ ഒരു ബ്രെഡ് വെക്കാം. എന്നിട്ട് സ്ലൈസ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓംലെറ്റിൻ്റെ ഈ ഭാഗമൊക്കെ ഈ ബ്രെഡിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചട്ടകം കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിന്മേലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, അങ്ങ് ഒട്ടിക്കോളും. 2 ചട്ടകം വെച്ചിട്ട് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒരു 10-15 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ചെറിയ തീയിലിട്ടിട്ട് വേണം ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാൻ. അധികം വെന്ത് കഴിഞ്ഞാൽ ഈ ബ്രെഡുമേ ഒട്ടിപ്പിടിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10-15 സെക്കൻഡ് കുക്ക് ചെയ്തെടുക്കാം. 2 സാൻഡ്വിച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്കും അതോടൊപ്പം വലിയവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സാൻഡ്വിച്ച് തന്നെയാണിത്. വീട്ടിൽ ചീസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.